അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന അള്ളാഹുവിന് സർവ്വസ്തുതികളും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു തരുന്നവർ, ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അള്ളാഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അള്ളാഹ് ഖൈറിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഓരോ ദിവസവും പ്രഭാത സമയം വ്യത്യസ്തങ്ങളായ അറിവുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. കുറഞ്ഞ സമയം കൊണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു പോവുകയാണ്. അള്ളാഹ് കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വലിയ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചില ആളുകളുടെ മനസ്സ് നമ്മളോട് എപ്പോഴും കടുപ്പമായിരിക്കും. ചില ആളുകൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, മാതാപിതാക്കൾക്ക് മക്കളോട്, അങ്ങനെ പലരും ചോദിക്കണം, ഉസ്താദേ ആ ഭർത്താവിന് സ്നേഹം ഒന്ന് കിട്ടാൻ, മക്കളുടെ സ്നേഹം ഒന്ന് കിട്ടാൻ, അമ്മായിയമ്മയുടെ സ്നേഹം ഒന്ന് കിട്ടാൻ, അവരുടെ മനസ്സൊന്ന് മാറാൻ, അവരുടെ വീട്ടിലേക്ക് വാഹനം വരുന്നില്ല, ആ വാഹനം വരുന്നതിന് അവരുടെ മുന്നിലുള്ള വസ്തുക്കാരൊന്നും മനസ്സ് വെക്കണം, പക്ഷെ അവരുടെ മനസ്സ് വരുന്നില്ല. അവരുടെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സിഹറൊന്നും ചെയ്യണ്ട, എന്തെങ്കിലും ഒരു ദുആ പറഞ്ഞു തരോ? അങ്ങനെ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്. അവർക്കൊരു വലിയ പിടിവള്ളിയാണ്, പ്രത്യാശയുടെ പ്രതീക്ഷയുടെ വലിയൊരു പൊൻകിരണമാണ് മഹാരഥന്മാർ ഖുർആനിലൂടെ വെളിച്ചത്തിലൂടെ പറഞ്ഞു തന്ന അത്ഭുത മരുന്നാണ് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പറഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സ് അനുകൂലമാക്കിയെടുക്കാൻ, ഇത് ഹലാലായ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന് കരുതി ഞാനൊരു പെണ്ണെ സ്നേഹിക്കുന്നുണ്ട് ഉസ്താദെ, അവ എൻ്റെ കാമുകി എന്ന് എന്നോട് സ്നേഹം ഉണ്ടാകാൻ അങ്ങനെ ചെയ്താൽ പറ്റൂല. നല്ല നിയ്യത്തായിരിക്കണം, നല്ല ഉദ്ദേശമായിരിക്കണം, നല്ല ഇഖ്ലാസോട് കൂടി ചെയ്യണം, റബ്ബിന്റെ തൃപ്തി ഉള്ളതുമാകണം, എന്നാലേ ബലമുള്ളൂ. ഹറാമിന് വേണ്ടി ചെയ്യാൻ പാടില്ല. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഹറാമുകളെ തുടർന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ വസിയത്ത് ചെയ്യുന്നു, ഉറപ്പിച്ച് പറയുന്നു, ഹലാലായ മാർഗത്തിന് വേണ്ടി മാത്രം ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ സ്വാഭാവികമായും നമുക്കറിയാം, പിണക്കങ്ങൾ സ്വാഭാവികമാണ്, ഇല്ലേ? ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങും. ആയിഷാ ബീവി മുത്തനബി തങ്ങൾ പിണങ്ങിയിട്ടുണ്ട്. ചരിത്രത്തിൽ കാണാം, അള്ളാഹിന്റെ റസൂൽ ആയിഷാബിയോട് പിണക്കം മാറ്റാൻ വേണ്ടി നബിതങ്ങൾ ആയിഷാബിയുടെ അടുക്കലേക്ക് ചെന്നു, സംസാരിക്കാൻ വേണ്ടി ചെന്നു. നബിതങ്ങളെ പിണക്കം മാറ്റാൻ വേണ്ടി ഇങ്ങനെ തമാശ പറഞ്ഞപ്പോൾ ആയിഷാബിക്ക് ദേഷ്യം വന്നു. ലോകത്തിന്റെ നായകനാണ് ആയിഷാബിക്ക്, എന്താ ലോകത്തിന്റെ നായകൻ? ഭർത്താവാണല്ലോ. ആയിഷാബി വലത്തെ കൈയുടെ പള്ള വെച്ച്, ഈ വെള്ള ഭാഗം വെച്ച് മുത്തനബി തങ്ങൾ നെഞ്ചത്തേക്ക് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു എന്നാണ്. തമാശക്ക് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. അള്ളാഹിന്റെ റസൂൽ ചിരിച്ചു എന്നാണ്. നബിതങ്ങൾ ഇങ്ങനെ വേദന, ഓ ആയിഷ എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് നബി ഇങ്ങനെ നെഞ്ച് പൊത്തിയപ്പോ ആയിഷാ ബീബി ഓടി വന്ന് കെട്ടിപ്പിടിച്ചു എന്നാണ്. നമുക്ക് കുടുംബജീവിതത്തിന് വലിയ പിണക്കങ്ങൾ ഉണ്ടാവും. നബിതങ്ങളെ മാതൃകയാണ്. ഉമർ തങ്ങളും ഭാര്യയും വഴക്കുണ്ടായി, അതൊക്കെ ചരിത്രങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. പിണക്കം സ്വാഭാവികമാണ്. പക്ഷേ ആ പിണക്കങ്ങൾ 3 ദിവസത്തെക്കാൾ കൂടുതലായാൽ അവൻ മരണപ്പെട്ടു പോയാൽ നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 ദിവസത്തിൽ കൂടുതൽ ഒരാൾ പിണങ്ങിയിരിക്കുകയും ആ പിണക്കത്തിലായിരിക്കും അവൻ മരണപ്പെടുകയും ചെയ്താൽ അവന്റെ മടക്കയിടം നരകത്തിൽ നിന്നുമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരോടും പിണങ്ങാൻ പാടില്ല. ഇനി നമ്മൾക്ക് പിണക്കം സംഭവിച്ചു പോയി, ഉസ്താദേ പോയി പിണങ്ങി മനസ്സ് മാറുന്നില്ല, ഭർത്താവിന് എന്നോട് പിണക്കാണ്, എന്താ ചെയ്യുക? എളുപ്പ വഴിയുണ്ട്. അള്ളാഹ് കബൂലാക്കട്ടെ. അങ്ങനെ നമ്മൾ മരിച്ചാൽ നമുക്ക് എന്തില്ല? സ്വർഗത്തിൽ പോകാൻ പറ്റൂല. എന്നാൽ നമ്മൾ പിണങ്ങി, സ്വാഭാവികമാണ് പിണങ്ങി. ഭാര്യ ഭർത്താവിനോട് പിണങ്ങി, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പിണങ്ങി. ആരാണോ ആദ്യം പോയി പിണക്കം മാറ്റുന്നത്? ഭർത്താവും ഭാര്യയും പിണങ്ങി, നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, എന്നാലും നമ്മൾ പിണങ്ങി, നമ്മൾ നിരപരാധിയാണ്, ഭർത്താവിന്റെ ഭാഗത്താണ് തെറ്റ്. എന്നാൽ ഉമ്മമാരെ പഠിച്ചോ, നിങ്ങൾ അങ്ങോട്ട് പോയി പിണക്കം മാറ്റിയാൽ, ആദ്യം നിങ്ങൾ മിണ്ടിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതെവിടെ കിട്ടി ഉസ്താദേ? എവിടെയാ തെളിവ്? ആയിഷ, അലിയാര് തങ്ങളും ഫാത്തിമ ബീവി പിണങ്ങി. ഫാത്തിമ ബീവി ഒന്നും അറിഞ്ഞിട്ടില്ല. അലിയാര് തങ്ങൾ വെറുതെ എന്തോ ദേഷ്യപ്പെട്ടു പിണങ്ങിയപ്പോ ഭർത്താവിന്റെ ഭാഗത്താണ് തെറ്റെന്നറിയാം. മഹതിയായ ഫാത്തിമ ബീവി അലിയാര് തങ്ങൾ ഇരിക്കുന്നതിന് ചുറ്റും എത്രയോ വട്ടം ചരിത്രത്തിൽ കാണാം, 10ഓളം എന്നല്ല 10ൽ പുറത്ത് ഇങ്ങനെ വലയം ചെയ്തു, തവാഫ് ചെയ്യുന്ന പോലെ കറങ്ങിയതാണ്. പൊരുത്തം തരുമോ എന്ന് വെച്ചുകൊണ്ട്. എന്തേ കാരണം? സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, പിണക്കങ്ങൾ മാറാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആൻ. ഞാനൊരു സൂറത്ത് പറഞ്ഞുതരാം. ഈ സൂറത്ത് നമ്മൾ ആത്മാർത്ഥമായി നല്ല നീയത്തോടെ, ഉമ്മമാരൊക്കെ വലിയ വേദനയാണ്, സദാ മക്കൾ വിളിക്കണില്ല, അല്ലെങ്കിൽ മരുമക്കൾ വിളിക്കണില്ല, അല്ലെങ്കിൽ മരുമക്കൾക്ക് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് ആരുടെയെങ്കിലും മനസ്സ് മാറ്റാൻ, നല്ല നീയത്തോടെ മനസ്സ് മാറ്റാൻ നിങ്ങൾ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ
പരിശുദ്ധമായ ഖുർആൻ എടുക്കണം. പരിശുദ്ധമായ ഖുർആനിലെ 94-ാമത്തെ സൂറത്ത്, 94-ാമത്തെ സൂറത്ത് ഇൻഷിറാഹ് 8 ആയത്തേ ഉള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളുഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഈ സൂറത്ത് 8 ആയത്തേ ഉള്ളൂ. 94-ാമത്തെ സൂറത്താണ്. ഈ സൂറത്ത് എന്നറിയോ, ഏതെങ്കിലും ഒരു വഖ്ത് നമസ്കാര ശേഷം, അങ്ങനെയാണ് കിതാബിൽ കാണും മഹാരഥന്മാർ പറഞ്ഞിട്ടുള്ളത്, ഏതെങ്കിലും സുബഹി കഴിഞ്ഞാകട്ടെ, ളുഹർ കഴിഞ്ഞാകട്ടെ, അസ്ർ കഴിഞ്ഞാകട്ടെ, മഗ്രിബ് ഇശാകട്ടെ, ഏത് സമയം കഴിഞ്ഞു. ഇനി അതല്ല, നമുക്ക് കടുപ്പമുള്ള കാര്യമാണ്, അത്യാവശ്യം നടക്കണം, 5 വഖ്ത് നിസ്കാരം കഴിഞ്ഞും ചൊല്ലാം. ഏറ്റവും കുറഞ്ഞത് ഏതെങ്കിലും ഫർദ് നമസ്കാരം കഴിഞ്ഞ് നല്ല ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, മനസ്സൊക്കെ റിലാക്സ് ആയിരിക്കുമ്പോൾ, ആ ഒതോടുകൂടി ആ നിസ്കാരപ്പായി നമസ്കാര ശേഷം ചൊല്ലാനുള്ള ദിക്റുകളും ദുആകളൊക്കെ കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നിട്ട് ഈ സൂറത്തു അലം നശ്റഹ് ലക സദ്റക 17 തവണ ചൊല്ലുക. 17 തവണ. എളുപ്പമാണ്, 8 ആയത്തല്ലേ ഉള്ളൂ. 17 തവണ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരു തവണ ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളുഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. അവിടെ നിർത്തണം. എന്നിട്ട് നമ്മുടെ 2 കാര്യങ്ങൾ പടച്ചവനെ, എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹം തരണേ അല്ലാ, പിണക്കം നീ മാറ്റി തരണേ അല്ലാ, എന്നെ വിളിക്കണേ റബ്ബേ, എന്നോട് സംസാരിക്കണം റബ്ബേ എന്ന് ദുആ ചെയ്യണം. മലയാളത്തിൽ ദുആ എന്നാ മതി. ആരെയാണോ നമ്മളോട് മനസ്സിലേക്ക് അടുപ്പിൽ ദുആരക്കണം. അങ്ങനെ ഓരോ സൂറത്ത് ഓതുമ്പോഴും, ഓരോ തവണ ഓതുമ്പോഴും ഓരോ ദുആ. ഇപ്പൊ 17 സൂറത്തുമായി 17 ദുആയുമായി ഒരേ ദുആ ചെയ്യാം. 17 ദുആ എന്ന് പറയുമ്പോൾ ഉസ്താദേ ഒന്നാമത്തെ ദുആ ഏതാ, രണ്ടാമത്തെ ദുആ ചോദിക്കണ്ട. നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം ഓരോ സൂറത്തിന് ശേഷം ദുആ ചെയ്യണമെന്നേ പറഞ്ഞതിനെ ചുരുക്കമുള്ളൂ. ഇങ്ങനെ നമ്മൾ ചെയ്യുക. നമ്മൾ ഒരു ദിവസം കൊണ്ട് ചെയ്താൽ ചിലപ്പോൾ ശരിയാവൂല. നമുക്ക് ഇഷ്ടമുള്ള ദിവസം, നിശ്ചിത എണ്ണമില്ല. ചില കിതാബുകൾ ഇത് 17 ദിവസമാണെന്ന് കാണാം. 17 ദിവസമാണെന്ന് കാണാം. 17 ദിവസത്തിനുള്ളിൽ അതിന്റെ ബലം ഉണ്ടാകുമെന്നാണ്. 17 തവണ വെച്ച് 17 ദിവസം ഉറപ്പായും ബലമുണ്ടാകുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ച അത്ഭുതത്തിന്റെ അമൽ. പരിശുദ്ധമായ സൂറത്തു അലൻ നശ്റഹിന്റെ നമ്മൾ മഹത്വം മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. മക്കൾക്കൊക്കെ ഓർമ്മശക്തി വർദ്ധിക്കാൻ പതിവാക്കിയാൽ ഓർമ്മശക്തി ഉണ്ടാകുന്നു. പക്ഷെ ഇതിൽ നമ്മുടെ ഉദ്ദേശം മനസ്സ് മാറ്റലാണ്. ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ വലിയ അർത്ഥവത്തായ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന പരിശുദ്ധമായ ഖുർആന്റെ സൂറത്താണ്. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളുഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. എളുപ്പവും കടുപ്പവും ഒക്കെ പടച്ചവന്റെ കയ്യിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സൂറത്ത് 17 തവണ ഏതെങ്കിലും ഫർദ് നിസ്കാര ശേഷം, അത് ഫർദ് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ആ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് 17 വട്ടം ചൊല്ലി ദുആരക്ക് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് അത്ഭുതത്തിന്റെ മരുന്നാണ്. നമുക്ക് നല്ല മാർഗത്തിൽ ചെലവഴിക്കാൻ വലിയ പിടിവള്ളിയാണ്. അള്ളാഹ് കബൂലക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളിത് ചൊല്ലി നോക്കി നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. ഒരുപാട് ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും, ഞാൻ പരമാവധി ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, പരമാവധി എന്നോട് ആളുകൾ ബന്ധപ്പെടുകയും അത് ചോദിക്കുകയും ചെയ്ത കാര്യങ്ങൾക്ക് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് റിസൾട്ട് ഉണ്ടായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അവർക്ക് റിസൾട്ട് 1-2 പേർക്കെങ്കിലും, ഏറ്റവും കുറഞ്ഞ 2-3 പേർക്കെങ്കിലും റിസൾട്ട് ഉണ്ടായി എന്ന ഉസ്താദെ കിട്ടി എന്ന വാർത്ത എന്നെ വിളിച്ച് പറഞ്ഞ അമലുകളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹ് കബൂലക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ മുറുകെ പിടിച്ചോളി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ എല്ലാത്തിനും ശിഫയുണ്ട്, എല്ലാത്തിനും പിടിവള്ളിയാണ്. ഖുർആൻ അനുസരിച്ച് ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായി കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഇസ്ലാമിക ചരിത്രങ്ങൾ, കഥാരൂപത്തിൽ ഇസ്ലാമിക സംഭവങ്ങൾ, നമുക്ക് കേട്ടിരിക്കേണ്ട സംഭവങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങൾ, ഇസ്ലാമിക ഇമ്പമാർന്ന ചരിത്രം കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്. കുറഞ്ഞ സമയത്തിൽ ഇൻഷാ അല്ലാഹ് ഇതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് ഇസ്ലാമിക ചരിത്രങ്ങൾ പറഞ്ഞു തരുന്ന ചരിത്ര കഥകൾ, ഇസ്ലാമിക ചരിത്ര കഥകൾ പറയുന്ന ഒരു ചാനലാണ് ബദറിൻ തീരം ചരിത്ര കഥകൾ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് അതിലൂടെ വരുന്നുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നാണ് അതിന്റെ പേര്. ലിങ്ക് ഇൻഷാ അല്ലാഹ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ചാനലാണ് ബദറിൻ തീരം ആത്മീയ മജ്ലിസ്. അൽഹംദുലില്ലാ, എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ആയിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്സാണ്. ഈ 3 ചാനലും നമ്മുടെ സംരംഭമാണ്. ആ 3 ചാനൽ ലിങ്ക് താഴെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ അത് ജോയിൻ ചെയ്യുക, കബൂലൊക്കെ വരുന്ന വീഡിയോകളൊക്കെ കാണുക. പുതിയ ഒരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളൊക്കെ ദ്വാരക്കാറില്ലേ? ദ്വാരക്കനോട്ട് അല്ലാഹ് കബൂലാക്കട്ടെ. കമന്റുകളൊക്കെ മറുപടി തരുന്നുണ്ട്, കമന്റുകളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ദ്വാരക്കണം, ദ്വാ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.